നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ നന്ദികേടിൻ്റെ ഒരു കാര്യം. നന്ദി എന്നുള്ളതാണ് ഇന്നത്തെ വിഷയം. നന്ദി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ശിശുവായിട്ടുള്ളൊരു കാലം തൊട്ട് അത് കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾക്ക് പല കാര്യങ്ങൾക്കും ശിശുവായിരിക്കുമ്പോൾ തൊട്ട് തന്നെ എന്ന് പറയാം, കുട്ടികൾക്ക് തന്നെ പല കാര്യങ്ങൾക്കും നമ്മൾ പലരെ ആശ്രയിച്ച് പലരുടെയും സഹായം, പലരുടെയും ആശ്രയം അങ്ങനെ ജീവിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ എത്തി നിൽക്കുന്നത് ആണല്ലോ. അതെല്ലാവർക്കും അറിയാമല്ലോ. കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അമ്മയുടെ ഹെൽപ്പില്ലാണ്ട് നമുക്കൊന്നും ഒരു മിനിറ്റ് പോലും നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ നമ്മുടെ അമ്മയുടെ ഒരു ഹെൽപ്പിലാണ് ജീവിക്കുന്നത്. അതേപോലെ തന്നെ കുറച്ചും കൂടി അച്ഛൻ്റെ നമുക്കെല്ലാം വേണ്ട എല്ലാ സഹായങ്ങളും എല്ലാ കാര്യങ്ങളും എത്തിച്ചു തരുന്നത് നമ്മുടെ അച്ഛനാണ് അല്ലേ. അപ്പോൾ അച്ഛൻ്റെ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ സഹോദരന്മാർ അങ്ങനെ എല്ലാവരും കുറച്ച് കഴിയുമ്പോൾ ടീച്ചേഴ്സ്, പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട്, ഒരു ചായ്വ് നമുക്ക് ചായാനായിട്ടൊരു ഇതുണ്ട്, ഒരു സപ്പോർട്ട് വേണം എപ്പോഴും. അപ്പോൾ നമ്മൾ അങ്ങനെ ജീവിച്ച്, അല്ലാതെ നമ്മൾ ജനിച്ച് നമ്മളപ്പോൾ തന്നെ ഇങ്ങനെയൊന്നും ആയിട്ടുള്ള ആളുകളല്ല അല്ലല്ലോ. അപ്പോൾ നമ്മളെന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ എനിക്ക് ആരുടെയും സഹായം വേണ്ട, എനിക്ക് ആരും വേണ്ട എന്നുള്ളൊരു ഭാവമില്ലാണ്ട് നമ്മൾ ചിന്തിക്കണം. നമ്മൾ പലരും കൂടിയിട്ടാണ് നമ്മളെ ഇന്ന് ഈ നിലയിൽ എത്തിച്ചിട്ടുള്ളത്. പലരെന്ന് പറഞ്ഞാൽ നാട്ടുകാർ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അച്ഛമ്മ, എല്ലാവരും, അച്ചാച്ചൻ, അങ്ങനെ എല്ലാവരെയും അവരുടെയൊക്കെ ചെറിയൊരു ഇടപെടലുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അങ്ങനെ എല്ലാവരും കൂടി വാർത്തെടുത്തിട്ടാണ് നമ്മൾ ഇന്ന് നിൽക്കുന്ന ഒരു സ്റ്റേജിൽ എത്തുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഒരു പ്രായമായ അത്യാവശ്യം ഒരു പക്വതയും പ്രായമായിച്ചാലും നമുക്ക് വീണ്ടും മറ്റുള്ളവർ ചെറിയ തോതിലെങ്കിലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെങ്ങനെയൊക്കെ സഹായിക്കുക, സഹകരണങ്ങൾ ചെയ്യുക, നമ്മളോട് സഹകരിച്ച് നിൽക്കുക. ഇതൊക്കെ ഒരു തരത്തിൽ നമ്മളോടുള്ളൊരു സഹായം തന്നെയാണ്, മറ്റുള്ള ഒരു ആശ്രയം തന്നെയാണ് നമുക്ക്. ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ടല്ലെങ്കിലോ ശാരീരികമായിട്ടല്ലെങ്കിലോ മാനസികമായിട്ട് പോലും നമ്മൾ ചിലവരെ ആശ്രയിക്കാറുണ്ടല്ലേ. നമുക്ക് ചിലപ്പോൾ മനസ്സിന് എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ നമുക്ക് ചില ആളുകളെ വിളിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ വിഷമം നമുക്ക് പങ്കുവെച്ച് കഴിഞ്ഞാൽ നമുക്കത് കുറയുന്നത് കാണാം. അതെല്ലാവരോടും നമുക്ക് പറ്റിയെന്ന് വരില്ല. നമുക്ക് പറ്റിയ ചില ആളുകളോട് നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ വിഷമം പങ്കുവയ്ക്കുമ്പോൾ നമുക്കത് കുറയും. അപ്പോൾ അവരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്കൊരു താങ്ങായിട്ട് നിൽക്കുന്നൊരു ആൾക്കാരാണ്. നമ്മുടെ ഒരു കാലഘട്ടത്തിൽ അവരുടെയും ഒരു താങ്ങ് നമുക്കുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം എല്ലാവരും, ഒരാൾ വലിയവർ ചെറിയവർ എന്നൊന്നും ഒരു വ്യത്യാസമില്ല, എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അങ്ങനെ ഒരു താങ്ങോട് കൂടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ താങ്ങാനും ഇതിനൊക്കെയുള്ള ആളുകളോട് നമ്മളെപ്പോഴും ഒരു കടപ്പാടും നന്ദിയുള്ളവരായിരിക്കണം. ആരോടായാലും നമുക്കൊരു കടപ്പാട് വേണം അവരോട്, എപ്പോഴും ഒരു കടപ്പാട് ഉണ്ടായിരിക്കണം. അത് എല്ലാവർക്കും ഇല്ല, ഇന്നത്തെ കാലത്ത് അതില്ല, അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കുന്നില്ല. നമ്മളങ്ങനെ നമ്മുടെ മുൻ തലമുറക്കാർ, നമ്മുടെ അച്ഛനാവട്ടെ, അപ്പോൾ അച്ഛൻ ഉണ്ടാവില്ല, അമ്മ ഉണ്ടാവില്ല, ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ആലോചിക്കണം. നമ്മൾ ഈ കടന്നു വന്ന വഴികളിലൊക്കെ അവരുടെ ഒരു സഹകരണം, സപ്പോർട്ടോട് കൂടിയിട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മളതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. എപ്പോഴും നമ്മളതിനൊരു സ്മരണ ഉണ്ടായിരിക്കണം. അപ്പോൾ ഞാനിങ്ങനെ ജീവിക്കുന്നത് എനിക്ക് എൻ്റെ അച്ഛനമ്മയൊക്കെ ഇങ്ങനെ ഇതായിട്ടുള്ള കാരണം കൊണ്ടാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒന്നിങ്ങനെ ഇരിക്കുന്നത് എൻ്റെ ഭർത്താവ് എനിക്ക് അത്രയും നന്നായി രീതിയിൽ സപ്പോർട്ട് ചെയ്ത് എന്നെ ഇങ്ങനെ എപ്പോഴും എനിക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള എല്ലാ വക സംവിധാനം ഉണ്ടാക്കി തന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ അവരുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ ആളുള്ള കാരണം ഞാൻ ഇങ്ങനെ സുഖമായിട്ട് ജീവിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാമല്ലോ. അതേപോലെ തന്നെ ആണുങ്ങൾക്കായാലും എപ്പോഴും ഭാര്യമാരുടെ ഒരു സപ്പോർട്ട് വേണ്ടേ. ആണുങ്ങൾക്ക് ആരുടെയും ഭാര്യമാരുടെ സപ്പോർട്ട് ഇല്ലാണ്ടോ അല്ലെങ്കിൽ മക്കളുടെ സപ്പോർട്ട് ഇല്ലാണ്ടോ ഒന്നും ജീവിക്കാനായിട്ടൊന്നും എളുപ്പമല്ല. ഒരു കാലഘട്ടത്തിൽ എന്താ പറയില്ലേ, പണ്ടുള്ളവർ പറയില്ലേ, യൗവനത്തിൻ്റെ ഒരു ചോരത്തിളപ്പുള്ളൊരു സമയത്ത് തോന്നും എനിക്ക് ആരും വേണ്ടാന്ന്. പക്ഷേ ആരും വേണ്ടാണ്ടൊന്നും പറ്റില്ല, ആൾക്കാരൊക്കെ വേണം. പ്രത്യേകിച്ച് ആണുങ്ങൾക്ക് സ്ത്രീകളുടെ സഹായമില്ലാണ്ട് ജീവിക്കാൻ പറ്റില്ല. അതായത് സ്ത്രീകൾ ഉദ്ദേശമൊന്നുമില്ല, അവർക്ക് ഭാര്യ അല്ലെങ്കിൽ അമ്മ ആരെങ്കിലും ഒരു സപ്പോർട്ട് അവർക്ക് വേണം. മാനസികമായിട്ടൊരു സപ്പോർട്ടിന് അവരുണ്ടായിട്ടേ കഴിയുള്ളൂ അവർക്ക്. അങ്ങനെയാണ് ഒരുവിധം 99% പുരുഷന്മാർ. ചിലപ്പോൾ ഭാര്യമാരായിരിക്കും,
അതേ അമ്മമാർ കഴിയുമ്പോൾ ഭാര്യമാർ അങ്ങനെ, അല്ലെങ്കിൽ 2 പേരും ഉണ്ടെങ്കിൽ 2 കൂട്ടരുടെയും അവർ 2 പേരും ഇല്ല, ആരെങ്കിലും ഒരാളില്ലാണ്ട് അവർക്ക് ജീവിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. അവരുടെ കാര്യം കുറച്ച് ഭയങ്കര വിഷമാണത് അങ്ങനെ. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള വ്യക്തികൾ ആർക്കായാലും, ഇപ്പോൾ ഞാനിപ്പോൾ പറയുന്നു എൻ്റെ കാര്യം, ഞാനായാലും അല്ലെങ്കിൽ നിങ്ങളായാലും വേറെ ആരായാലും നമുക്ക് കിട്ടിയിട്ടുള്ള സഹായങ്ങളിലും നമുക്ക് നമ്മളെ ഒരു ഉയർച്ചയ്ക്ക് നമ്മളൊന്ന് കൈ പിടിച്ച് കയറ്റാനോ നമ്മളൊന്ന് കൈ പിടിച്ച് നടത്താനോ ഒക്കെ ഉണ്ടായിട്ടുള്ള ആളുകളോട് എപ്പോഴും നമ്മളൊരു നന്ദിയുള്ളവരായിരിക്കും. ഇപ്പം നമ്മൾ സ്കൂളിൽ പോണ സമയത്ത് നമ്മുടെ ടീച്ചർമാർ നമുക്കൊന്നും അറിയാത്തൊരു പ്രായത്തിൽ നമ്മളെ പഠിപ്പിച്ച്, നമ്മളെ അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ച് നമുക്ക് എന്തെങ്കിലും ഒരു വിദ്യ നൽകി അവർ നമ്മളെ ഒന്ന് കൈപിടിച്ച് ഉയർത്തിയിട്ടുള്ളവരവരാണ്. അപ്പോൾ അവരോടും നമ്മൾ വളരെ കടപ്പാടും നന്ദിയുള്ളവരായിരിക്കും. അവരെ ഇടയ്ക്ക് നമ്മളൊന്ന് സ്മരിക്കണം അല്ലേ. നമ്മൾ 1-ാം ക്ലാസ്സിൽ നഴ്സറിയിലൊക്കെ ചെന്നിരിക്കുമ്പോൾ ഒന്നും അറിയാത്തൊരു കുട്ടിയായിട്ടാണ് നമ്മൾ ചെന്നിരിക്കുന്നത്. അപ്പോൾ അവരാണ് നമ്മളെ പഠിപ്പിച്ച് അക്ഷരാഭ്യാസമുള്ളവരാക്കുന്നത്. അപ്പോൾ എല്ലാവരോടും നമ്മളൊരു കടപ്പാട് വേണം. ആ കടപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ നമുക്ക് എപ്പോഴും ഒരു ഓർമ്മ വേണം. ഇവരൊക്കെ എന്നെ താങ്ങിയത് കൊണ്ടാണ് ഞാൻ ഇവിടം വരെ എത്തിക്കണേ എന്നുള്ളൊരു ഓർമ്മ വേണം. ചില ആളുകൾക്ക് ആ ഓർമ്മയൊന്നുമില്ല. നിങ്ങൾ തന്നെ ജനിച്ച് തന്നെ ജീവിച്ചു വന്നു അങ്ങനെയുള്ള പോലെയാണ്, ആരുടെയും ഒരു സപ്പോർട്ടില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതൊക്കെ തെറ്റാണ്. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമുക്ക് എല്ലാവരുടെയും, അമ്മയുടെയും അച്ഛൻ്റെയും വീട്ടിലുള്ള സഹോദരന്മാരെയും, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പെണ്ണുങ്ങളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്ന് അവിടെ ആ വീട്ടിലുള്ള ആളുകളുടെയും അവിടെ ഉണ്ടാവുമല്ലോ അമ്മയും അച്ഛനും സഹോദരന്മാരും സഹോദരിമാരും ഒക്കെ അവരുടെ ഒരു സഹകരണം കൊണ്ട് നമ്മൾ ജീവിച്ചു, നമ്മളിവിടം വരെ എത്തി എന്ന് നമുക്ക് എപ്പോഴും തോന്നണം. ചിലപ്പോൾ അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമ്മളിത് ചിന്തിക്കേണ്ട കാര്യം, നമുക്ക് ഇന്നതാര് അവരൊക്കെ ചെയ്തു തന്നിട്ടാണ് നമ്മളിവിടം വരെ എത്തിയിട്ടുള്ളത് എന്നുള്ളൊരു ഓർമ്മ നമുക്ക് എപ്പോഴും വേണം. ഒരു നന്ദി നമുക്ക് എപ്പോഴും വേണം. നന്ദികേട് നമ്മൾ കാണിക്കാൻ പാടില്ല. ബാക്കി എന്താ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും പറയാം, അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമുക്ക് ആ നന്ദി നമ്മുടെ മനസ്സിൽ എപ്പോഴും ഒരു ഇത് വേണം. അതാണ് ഇന്ന് എൻ്റെ വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒരു നന്ദിയില്ലാത്തവരാണ്, നന്ദി കെട്ടവരാണ് എന്നുള്ളൊരു അയാൾ വളരെ നന്ദിയില്ലാത്ത മനുഷ്യനാണ്, അല്ലെങ്കിൽ അപ്പോൾ വീട്ടിലുള്ളവരായാലും നന്ദിയില്ല എന്ന് പറയിപ്പിക്കാൻ പാടില്ല. നമുക്ക് എപ്പോഴും ഒരു നന്ദിയുള്ള നമുക്ക് ചെയ്തു തന്നിട്ടുള്ള എല്ലാത്തിനോടും നമ്മൾ വളരെയധികം നന്ദിയുള്ളവരാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് എൻ്റെ വീഡിയോയിൽ ഞാൻ അതാണ് പറയാമെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒരു ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ബായ്. അപ്പോൾ വേറെ വീഡിയോയുമായിട്ട് വേറൊരു സമയത്ത് കാണാം നമുക്ക്. ഓക്കെ.